ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് S5 ഇലക്ട്രോണിക്സ് ലാബിലെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആയ ട്രൂത്ത് ടേബിൾ വെരിഫിക്കേഷൻ ഓഫ് ലോജിക് ഗേറ്റ്സ് എന്നുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അതിന് നമുക്ക് മേജറായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കമ്പോണൻറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഡിജിറ്റൽ IC ട്രെയിനർ കിറ്റ് ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഓരോ ഗേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള IC ചിപ്പ് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ വയറുകൾ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഓരോ കമ്പോണൻറ്റും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത്? ഡിജിറ്റൽ IC ട്രെയിനർ. അപ്പോൾ ഈ ഡിജിറ്റൽ IC ട്രെയിനറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സർക്യൂട്ടുകൾ, IC ചിപ്പുകൾ യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ടുകളൊക്കെ നമ്മൾ ചെയ്യുക ഈ ഡിജിറ്റൽ IC ട്രെയിനർ കിറ്റിലാണ്. അപ്പോൾ അതിനു വേണ്ടി സർക്യൂട്ട് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണെന്ത്, നമ്മുടെ IC ചിപ്പ് ആദ്യം നമ്മൾ ഈ സ്ലോട്ടിൽ ഉറപ്പിക്കുക ചെയ്യുക. ഈ സ്ലോട്ടിൽ ഉറപ്പിക്കണം എന്തിനാ വെച്ചാൽ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ പോയിന്റുകളുണ്ട്. അപ്പോൾ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ, വയർ യൂസ് ചെയ്താണ്ട് കണക്ഷൻ കൊടുക്കാനുള്ള സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, നമ്മളിവിടെ പുറത്ത് ഓരോ പോയിന്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്ലോട്ടിലെ ഓരോ ലെഗിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റുകളാണ് എന്ത് ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഒരു റോയിൽ 10 എണ്ണം, അതുപോലെ റൈറ്റ് സൈഡിൽ 10 എണ്ണം. പിന്നെ നമുക്ക് നമ്മുടെ IC ചിപ്പിന് വേണ്ട VCCയും വേണം, ഗ്രൗണ്ടും വേണം. അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പോയിന്റാണ് എന്ത്, VCC എന്നുള്ള ഈ പോയിന്റും അതുപോലെ തന്നെ ഗ്രൗണ്ട് എന്നിട്ടുള്ള ഈ പോയിന്റും. അപ്പോൾ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താ നോർമലി ചെയ്യുക വെച്ചാൽ, നമ്മൾ ഈ സ്ലോട്ടിൽ നമ്മൾക്ക് വേണ്ട IC ചിപ്പ് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ത്, ലോജിക് ഇൻപുട്ടുകളും ലോജിക് ഔട്ട്പുട്ടുകളും. അപ്പോൾ ലോജിക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നമ്മുടെ IC ചിപ്പിലേക്ക് ഹൈ അല്ലെങ്കിൽ ലോ, 0, 1 പോലുള്ള ഇൻപുട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ലോജിക് ഇൻപുട്ട് എന്ന് പറയുന്ന പോയിന്റുകളിലാണ്. ഇതിപ്പോൾ ഈ ഒരു ട്രെയിനർ കിറ്റിൽ 10 പോയിന്റാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹൈ ആക്കാനും അതായത് 0 ആക്കാനും 1 ആക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ടോഗിൾ സ്വിച്ച് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിവിടെ ഹൈ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ലോ വാല്യൂവും പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെയാണ് ലോജിക് ഔട്ട്പുട്ട്. ലോജിക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഔട്ട്പുട്ടിൽ ഹൈ ആണോ ലോ ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പോയിന്റുകളാണിത്, ലോജിക് ഔട്ട്പുട്ട്സ്. ഇതും 10 പോയിന്റ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് IC ചിപ്പ് നോക്കാം. അപ്പോൾ ഓരോ ലോജിക് ഗേറ്റിനും ഓരോ IC ചിപ്പാണ്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് നമ്പർ, അതായത് 7400, അതുപോലെ 7402, 7408, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് ഓരോ ലോജിക് ഗേറ്റിനും എന്തുണ്ട്, ഓരോ IC ചിപ്പുകളുണ്ട്. അപ്പോൾ ഈ ലോജിക് ഗേറ്റ് ഉള്ള IC ചിപ്പിലൊക്കെ എത്രയാണ്, 14 കാലുകൾ അല്ലെങ്കിൽ ലെഗുകൾ, 14 ലെഗുകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു സൈഡിൽ ഒരു റോയിൽ 7 ലെഗ്, അപ്പുറത്ത് 7 ലെഗ്, അങ്ങനെ 14 ലെഗാണ് IC ചിപ്പിന് ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ ഈ IC ചിപ്പിന്റെ ലെഗ് കൗണ്ട് ചെയ്യാൻ തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, IC ചിപ്പിന്റെ ഒരു എൻഡിൽ ഒരു ഹാഫ് സർക്കിളിന്റെ ഒരു കട്ട് ഉണ്ടാവും. അപ്പൊ ആ കട്ട് അവിടെ നിന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങുക. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യാൻ തുടങ്ങുക. ലെഫ്റ്റ് സൈഡിൽ മുകളിൽ നിന്ന് 1 തൊട്ട് താഴെ 7 വരെ. പിന്നെ റൈറ്റ് സൈഡിൽ താഴത്തുനിന്ന് വേണം കൗണ്ട് ചെയ്യാൻ. 8ാമത്തെ ലെഗ് തുടങ്ങുന്നത് റൈറ്റ് സൈഡിൽ താഴെ നിന്നാണ്. അങ്ങനെ മുകളിൽ 14 ലെഗ് വരെയാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ICക്ക് നമ്മൾ അതിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് കൊടുക്കണം. അതിനാണ് എന്ത്, VCCയും ഗ്രൗണ്ടും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു IC ചിപ്പിന്റെ 14ാമത്തെ പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, VCC കൊടുക്കുക. അതുപോലെ തന്നെ 7ാമത്തെ ലെഗിൽ നമ്മൾ എന്ത് ചെയ്യും, ഗ്രൗണ്ട് കൊടുക്കുക. അപ്പോഴാണ് എന്ത് ചെയ്യുക, ICയുടെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള പവർ ലഭിക്കുക. അപ്പോൾ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം വെരിഫൈ ചെയ്യാൻ പോകുന്നത് AND ഗേറ്റ് ആണ്. അപ്പോൾ AND ഗേറ്റിന്റെ IC എന്ന് പറയുന്നത് 7408 ആണ്. അപ്പോൾ ഈ IC നമ്മൾ എന്ത് ചെയ്യുക, ഇതാണ് നമ്മുടെ IC. ഇത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ സ്ലോട്ടിൽ വെക്കുക. സ്ലോട്ടിൽ കറക്റ്റായിട്ട് വെക്കണം. കറക്റ്റായി വെച്ചതിന് ശേഷം ഇത് പ്രസ് ചെയ്യുമ്പോൾ എന്താവും, ഈ IC ഈ സ്ലോട്ടിൽ പ്രസ്സായി. ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഈ ICൻ്റെ 14 ടെർമിനലുകളിൽ ഈ AND ഗേറ്റിൻ്റെ ICയിൽ ആകെ 4 ഗേറ്റുകളാണുള്ളത്. 4 ഗേറ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണെന്ത്, ഒരു IC എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒറ്റ ഗേറ്റിൽ മാത്രമേ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുള്ളൂ. 4 ഗേറ്റിൽ ഫസ്റ്റ് ഒറ്റ IC ഗേറ്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യത്തെ 3 ടെർമിനലിനെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ആദ്യത്തെ 3 ലെഗുകൾ 1, 2, 3. അതിൽ 1ഉം 2ഉം എന്താണ്, AND ഗേറ്റിൻ്റെ ഇൻപുട്ടും 3 എന്താണ്, AND ഗേറ്റിൻ്റെ ഔട്ട്പുട്ടുമാണ്. ഇനി നമുക്ക് കണക്ഷൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം
ഇൻപുട്ട് കണക്ട് ചെയ്യാണ്. ഇൻപുട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ഇൻപുട്ട് ഫസ്റ്റ് ലെഗിൽ നിന്ന് എടുത്താണ്ട് നമ്മുടെ ലോജിക് ഇൻപുട്ടിലെ ഫസ്റ്റ് പോയിന്റിൽ കൊടുത്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ഇൻപുട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ഇൻപുട്ട് നമ്മൾ രണ്ടാമത്തെ ലെഗുമെന്നാണ് എടുക്കുന്നത്. രണ്ടാമത്തെ ലെഗുമെന്ന് എടുത്താണ്ട് ലോജിക് ഇൻപുട്ടിലെ രണ്ടാമത്തെ പോയിന്റിൽ കൊടുത്തു. ഇനി നമുക്ക് ഔട്ട്പുട്ട് എടുക്കാനുണ്ട്. ഔട്ട്പുട്ട് നമുക്ക് 3ലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ 1ഉം 2ഉം ഇൻപുട്ടായി എടുത്താൽ ആ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 3ലാണ് ഉണ്ടായിരിക്കുക. അല്ലാതെ 4ലോ മറ്റ് 5ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോയിന്റിൽ കൊടുത്താൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 3ൽ വയർ കണക്ട് ചെയ്തു. ലോജിക് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ ഫസ്റ്റ് പോയിന്റിൽ കണക്ട് ചെയ്തു. ഇനി നമുക്ക് നെസസറി ആയിട്ടുള്ള വേണ്ട കാര്യം എന്താണ്, നമ്മുടെ ICക്ക് വോൾട്ടേജ് കൊടുക്കണം. വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് VCC ഉണ്ട്, ഗ്രൗണ്ടും ഉണ്ട്. അപ്പോൾ ഞാൻ VCC എടുത്താണ്ട് ICയുടെ 14ാമത്തെ പോയിന്റാണ്. അത് നമ്മുടെ ട്രെയിനർ കിറ്റിൽ വരുമ്പോൾ 20ാമത്തെ പോയിന്റാണ്. അപ്പോൾ അത് കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും പോയിന്റുകൾ 1 മുതൽ 7 വരെയുള്ള പോയിന്റ് മാത്രമേ നമ്മൾ ഈ സ്ലോട്ടിൽ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് കൗണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 2 3 4 5 6 7 കഴിഞ്ഞാൽ 8 വരുന്നത് റൈറ്റ് സൈഡിലെ ഇവിടുത്തെ 14 എന്ന് എഴുതിയതാണ് എന്ത്, ICയുടെ 8ാമത്തെ ലെഗ്. 9 10 11 12 13 14 ഇങ്ങനെയാണ് ICൻ്റെ ലെഗുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് VCC കൊടുക്കുന്നത് ICയുടെ 14ാമത്തെ ലെഗാണ്. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്തു. ഇനി കൊടുക്കാനുള്ളത് ഗ്രൗണ്ടാണ്. അപ്പോൾ ഗ്രൗണ്ട് ഏതാണ്, ICയുടെ 7ാമത്തെ ലെഗിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ഗ്രൗണ്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഗ്രൗണ്ടിനുള്ള പോയിന്റ് ഉണ്ട്, അവിടുന്ന് കണക്ഷൻ എടുത്തു, 7ാമത്തെ ലെഗിൽ കൊടുത്തു. ഇപ്പോൾ നമ്മൾ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, സർക്യൂട്ട് വെരിഫൈ ചെയ്യാം. അപ്പോൾ സർക്യൂട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോജിക് ഇൻപുട്ടുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതുതന്നെയാണോ ഔട്ട്പുട്ടിൽ ആൻഡ് ഗേറ്റിൻ്റെ ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിജിറ്റൽ ട്രെയിനർ കിറ്റ് സപ്ലൈ ഓൺ ചെയ്യണം. സപ്ലൈ ഓൺ ചെയ്ത് ഇവിടെ പവർ ഓൺ ചെയ്യുമ്പോഴാണ് ഈ ട്രെയിനർ കിറ്റിൽ സപ്ലൈ വരിക. ഇനി നമുക്ക് നോക്കാം, കണ്ടീഷൻ നോക്കാം. ആൻഡ് ഗേറ്റിൻ്റെ കണ്ടീഷൻ എന്താണ്, 0യും 0യും വന്നു കഴിഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് 0 ആണ്. ഇപ്പോൾ 0 1 വന്നു കഴിഞ്ഞാൽ ഇവിടെ 0 ഇത് 1, 0യും 1 വന്നു കഴിഞ്ഞാലും ഔട്ട്പുട്ട് എന്ത് തന്നെയാണ്, 0 ആണ്. അടുത്ത് നമുക്ക് 1 0 നോക്കാം. ഇപ്പോൾ 1 0 ആണ്. അപ്പോൾ 1 0 ആയി കഴിഞ്ഞാലും ആൻഡിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, 0 ആണ്. ഇനി നമുക്ക് രണ്ടും ഹൈ അല്ലെങ്കിൽ 1 ആക്കി നോക്കാം. അപ്പോഴെന്താണ്, നമ്മുടെ ഔട്ട്പുട്ട് ഹൈ ആയി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മുടെ ആൻഡ് ഗേറ്റ്. എല്ലാ ഗേറ്റുകളും ഇങ്ങനെ തന്നെയാണ് വെരിഫൈ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ വെരിഫൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 7432 ആണ് എന്ത് ഓർ ഗേറ്റിൻ്റെ ICൻ്റെ നമ്പർ. അപ്പോൾ നമ്മളത് ഈ IC സ്ലോട്ടിൽ വെച്ചിട്ട് ടൈറ്റൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഗേറ്റ് തന്നെയാണ് എടുക്കുന്നത്. അതായത് എന്ത്, 1ഉം 2ഉം ഇൻപുട്ടും 3 ഔട്ട്പുട്ടായി വരുന്ന ഗേറ്റാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1ഉം 2ഉം ലോജിക് ഇൻപുട്ടുകൾ കൊടുത്തു, 3 എന്ത് ചെയ്തു, ലോജിക് ഔട്ട്പുട്ടിൽ കൊടുത്തു. പിന്നെ വേണ്ട VCC 14 VCC 7 ഗ്രൗണ്ട് ഇതൊക്കെ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സപ്ലൈ ഓൺ ചെയ്യാം. ഇനി നോക്കാം. നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, 0 0. ലോജിക് ഇൻപുട്ട് 0 0 ആകുമ്പോൾ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, 0 ആണ്. ഇനി നമുക്ക് അടുത്തത് 0 1 ആണ്. ഒരു ഇൻപുട്ട് ഹൈ ആക്കാം, 0 1 ആകുമ്പോൾ എന്താണ്, ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, ഹൈ ആണ്. അപ്പോൾ നമുക്കിവിടെ ഹൈ കിട്ടി. ഇനി നമുക്ക് 1 0 നോക്കാം, 1 0. അപ്പോഴെന്താണ്, ഔട്ട്പുട്ട് ഹൈ ആണ്. അടുത്ത് നോക്കാനുള്ളത് 1 1 ആണ്. ലോജിക് ഇൻപുട്ടുകൾ രണ്ടും ഹൈ ആയി കഴിഞ്ഞാൽ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ നാൻഡ് ഗേറ്റിൻ്റെ IC നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 7400 ആണ്. അപ്പോൾ നമ്മൾ 7400 IC എടുത്തു. നമ്മൾ ഈ IC സ്ലോട്ടിൽ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ കട്ടിങ് ഉണ്ടല്ലോ, ഹാഫ് സർക്കിളിലുള്ള കട്ടിങ് എപ്പോഴും മുകളിൽ വരാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അതിങ്ങനെ ശ്രദ്ധിച്ച് വെച്ചു. ഇനി നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗേറ്റ് തന്നെയാണ് എന്ത്, നാൻഡ് ഗേറ്റിൻ്റെ കേസിലും എടുക്കുന്നത്. അതായത് 1ഉം 2ഉം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെഗുകൾ ലോജിക് ഇൻപുട്ടായിട്ടും
തേർഡ് ലെഗ് ലോജിക് ഔട്ട്പുട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. VCC നമ്മൾ കഴിഞ്ഞ എക്സ്പെരിമെൻറ്റിലൊക്കെ പറഞ്ഞ മാതിരി തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. VCC അതുപോലെ തന്നെ ഗ്രൗണ്ട് ഏരിയയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ലോജിക് ഇൻപുട്ടുകൾ രണ്ടും 0 ആണ്. നാൻഡ് ഗേറ്റിൽ 0 ഇൻപുട്ട് വന്നാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഇനി നമുക്ക് 0 നോക്കാം. 0 വരുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? ഹൈ ആണ്. ഇനി നമുക്ക് 1 നോക്കാം. 1 വന്നു കഴിഞ്ഞാൽ എന്താണ്? നാൻഡ് ഗേറ്റിന്റെ കേസിൽ ഔട്ട്പുട്ട് എന്താണ്? ഹൈ ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഇൻപുട്ടുകളാണ് 1 അപ്പോൾ 1 വരുമ്പോൾ എന്താണ്? ഔട്ട്പുട്ട് 0 ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നോട്ട് ഗേറ്റ് ആണ്. അപ്പോൾ നോട്ട് ഗേറ്റിൻ്റെ IC നമ്പർ 7404 ആണ്. അപ്പോൾ നോട്ട് ഗേറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നോട്ട് ഗേറ്റ് ഒരു ICയിൽ 6 ഉണ്ടായിരിക്കും. മറ്റ് ഗേറ്റുകളൊക്കെ 4 ഉണ്ടായിരുന്നുള്ളൂ ഒരു ICയിൽ. പക്ഷെ നോട്ട് ഗേറ്റിൽ എന്താണ്? 6 ഉണ്ടായിരിക്കും. കാരണം എന്താണ്? നോട്ട് ഗേറ്റിന് ആകെ ഒരു ഇൻപുട്ടും അതുപോലെ ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ. അപ്പോൾ നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, നമ്മുടെ ഇൻപുട്ട് എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതായിരിക്കും എന്തുണ്ടാവുക, അതിന് നോട്ട് ചെയ്തിട്ടുള്ളതായിരിക്കും എന്തുണ്ടാവുക, ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഗേറ്റാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഗേറ്റിൻ്റെ 1 എന്താണ്? ഫസ്റ്റ് ഗേറ്റിൻ്റെ 1 എന്ന് പറയുന്നത് ലോജിക് ഇൻപുട്ടും അതിൻ്റെ 2 തന്നെ, അതായത് ഈ ICൻ്റെ രണ്ടാമത്തെ ലെഗിലാണ് എന്ത് വരിക? ഔട്ട്പുട്ട് വരിക. അപ്പോൾ ഞാനത് ലോജിക് ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ VCC 14 ഗ്രൗണ്ട് 7 കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സപ്ലൈ ഓൺ ചെയ്ത് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോജിക് ഇൻപുട്ട് 0 ആകുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? 1 ആണ്. ഇനി നമുക്ക് ഇൻപുട്ട് 1 ആക്കി കൊടുക്കാം. അപ്പോൾ ഇൻപുട്ട് 1 ആക്കുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് നോർ ഗേറ്റ് ആണ്. അപ്പോൾ ഞാൻ നോർ ഗേറ്റിൻ്റെ IC 7402 സ്ലോട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കണക്ഷൻ കൊടുക്കാം. കണക്ഷൻ ഞാൻ ഫസ്റ്റത്തെ 3 ടെർമിനലുകൾ, അതായത് നോർ ഗേറ്റിൻ്റെ 2 ഇൻപുട്ടും അതുപോലെ ഔട്ട്പുട്ടും തന്നെയാണ് എടുക്കുന്നത്. ഫസ്റ്റത്തെ 3 ലെഗുകൾ 1, 2, 3. അപ്പോൾ ഈ നോർ ഗേറ്റിൻ്റെ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ 2ഉം 3ഉം ആണെന്ത്? നോർ ഗേറ്റിൻ്റെ ഇൻപുട്ട്. അതുപോലെ ഫസ്റ്റ് ലെഗാണെന്ത്? നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഞാൻ 3 വയറെടുത്ത് ലോജിക് ഇൻപുട്ട് 1 കൊടുത്തു. 2 മറ്റൊരു വയറെടുത്താണ്ട് അടുത്ത ലോജിക് ഇൻപുട്ടിൽ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് 1 ഫസ്റ്റ് ലെഗിൽ നിന്ന് ഒരു വയറെടുത്ത് ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തു. ഇനി നമുക്ക് സർക്യൂട്ട് വെരിഫൈ ചെയ്യാം. അതിന് മുന്നേ നമ്മൾ ഗ്രൗണ്ടും VCCയും കൊടുത്തിട്ടുണ്ട്. ഈ സർക്യൂട്ട് വെരിഫൈ ചെയ്യാം. അപ്പോൾ നോർ ഗേറ്റിൻ്റെ ലോജിക് ട്രൂത്ത് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. 0 ആകുമ്പോഴെന്താണ്? ഔട്ട്പുട്ട് ഹൈ ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമുക്ക് 0 ആക്കി നോക്കാം. 0 ആകുമ്പോഴെന്താണ്? ലോജിക് ഔട്ട്പുട്ട് 0 ആണ്. ഇനി നമുക്ക് 1 നോക്കാം. 1 വരുമ്പോഴും തന്നെയാണ് ഔട്ട്പുട്ട് ലോ ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് കണ്ടീഷൻ 1 ആകുമ്പോൾ ഔട്ട്പുട്ടിൽ എന്താ വരിക എന്ന് നോക്കാം. 1 വരുമ്പോഴെന്താണ്? ലോജിക് ഔട്ട്പുട്ട് 0 ആണ്. ഇവിടെ ഇപ്പോൾ നമ്മളൊരു 5ഓളം ഗേറ്റുകളാണ് വെരിഫൈ ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ മറ്റ് ഗേറ്റുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സെയിം മെത്തേഡ് വെച്ചാണ്ട് നമുക്ക് വെരിഫൈ ചെയ്യാം. ഇതൊരു ബേസിക് എക്സ്പെരിമെൻ്റ് ആണ് നമ്മുടെ, കാരണം നമുക്ക് ഇനി ഗേറ്റുകളുമായിട്ട് കൂടുതൽ ഇടപഴകാനുള്ള ഒരു എക്സ്പെരിമെൻറ്റുകൾ കുറേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇത്.